നമസ്കാരം. ഞാൻ ഡോക്ടർ ജയേഷ് പ്രകാശ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന അസുഖമാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുന്ന ഒരവസ്ഥാവിശേഷമാണിത്. അപ്പോൾ ആ അസുഖം പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ അസ്ഥികളെയും ജോയിൻറ്റുകളെയും ആണെങ്കിൽ പോലും ചില അവസരത്തിൽ നമ്മളുടെ കണ്ണുകളെയോ ഹൃദയത്തെ തന്നെയോ ബാധിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അതിനാൽ നമ്മൾ കുറച്ച് പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. പൊതുവിൽ മലയാളത്തിൽ ആമവാദം എന്ന് പറയുന്ന ഒരു അസുഖമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുമറ്റോയ്ഡ് ഫാക്ടർ ടെസ്റ്റ് ഉണ്ട്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാം. പിന്നെ CRP എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് അത് കൂടി നിൽക്കുന്നൊരവസ്ഥ പലപ്പോഴും വിരൽ ചൂണ്ടുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നൊരവസ്ഥയിലേക്കായിരിക്കാം. അതല്ലെങ്കിൽ CCP ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല ബ്ലഡ് ടെസ്റ്റുകൾ വഴി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പൊതുവിൽ കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണുന്ന ഒരു അസുഖം കൂടിയാണ്. അത് ഒരു നമ്മൾ കണക്കെടുത്താൽ ഏകദേശം ഒരു 55-60% ലേഡീസിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ടുള്ളത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ നമ്മൾ ചികിത്സിക്കാതെ ഇരുന്നാൽ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ജോയിൻസിനെ അത് വളരെ വികൃതമാക്കാൻ സാധ്യതയുണ്ട്. കാരണം ചികിത്സയില്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ജോയിൻസിൻ്റെ തരുണാസ്ഥികളെ ഇവ നശിപ്പിക്കുകയും ജോയിൻസിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയി നമ്മുടെ പ്രത്യേകിച്ചും കൈകാലുകളുടെ വിരലുകളുടെയൊക്കെ ജോയിൻസിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയി സാധാരണ നമുക്ക് നടക്കാനോ ഇരിക്കാനോ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നൊരു അസുഖം കൂടിയാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അപ്പോൾ അതിനാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഇതിനെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. പൊതുവിലായിട്ട് കാണാവുന്ന മറ്റൊരു സിംറ്റം അതായത് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പിടുത്തം, നമ്മുടെ ചെറിയ ജോയിൻറ്റുകൾക്കൊക്കെ ഒരു പിടുത്തം വന്ന് തുടങ്ങുന്നത് കാണാവുന്നതാണ്. അതോടൊപ്പം ഒരു വിശപ്പില്ലായ്മ, എപ്പോഴും ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. ശരീരത്തിൽ അകാരണമായിട്ട് പലയിടത്തായിട്ട് വേദന, നീർക്കെട്ട് തുടങ്ങിയ അവസ്ഥകളും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതിന് ആയുർവേദത്തിൽ നമുക്ക് ചികിത്സ ഒരു ദീപനപാചനപരമായിട്ടുള്ളത്, അതായത് നമ്മുടെ ശരീരത്തിലെ ഈ ഒരു ധാത്വാഗ്നിയെ ഒന്ന് ജ്വലിപ്പിക്കുക, അതുവഴി ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന ആമവാദം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആമത്വം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ ആ ധാതുക്കൾ ശരിയാവണ്ണം പതിച്ച് അടുത്ത ധാതുവായി മാറാത്തൊരവസ്ഥ, അന്നേരമാണ് ഈ ആമവാദം ഉണ്ടാകുന്നതെന്നാണ് ആയുർവേദപരമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി ദീപനപാചനപരമായിട്ടുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ട് ചികിത്സ ആരംഭിക്കുകയും അതോടൊപ്പം പുറമെ നമുക്ക് ചികിത്സിക്കാനുള്ളത് എണ്ണ ഇടാതെയുള്ള ഒരു ചികിത്സയാണ്. അതായത് ഈ നമ്മുടെ ജോയിൻസിനൊക്കെ ആ സ്റ്റിഫ്നെസ് ഉള്ളപ്പോൾ മോർണിംഗ് സ്റ്റിഫ്നെസ് എന്നാണ് പറയുക അതിന്. ആ സമയത്ത് നമുക്ക് എണ്ണ ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും എണ്ണയിട്ട് നമ്മളെന്നാൽ ഒരു കുഴമ്പ് തേച്ചൊന്ന് തിരുമിയേക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ അസുഖം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി ഈ മണൽ ചൂടാക്കുക അല്ലെങ്കിൽ ഉപ്പ് ചൂടാക്കുക തുടങ്ങി വെച്ചുകൊണ്ട് ഡ്രൈ ഹീറ്റ് ആപ്ലിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു മോർണിംഗ് സ്റ്റിഫ്നെസ് നമുക്ക് ഈസ് ആവുന്നത് കാണാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ നമ്മൾ മറ്റൊരു ആംഗിൾ കൂടി നോക്കണം. അതായത് നമുക്ക് ഇതിൻ്റെ ആ ഒരു സൈക്കോസൊമാറ്റിക് ആംഗിൾ ഈ അസുഖത്തിനുണ്ട്. അതായത് നമുക്ക് സ്ട്രെസ്സ് കൂടുതലായിട്ട് വരുമ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ആ ഒരു മനസ്സിന് ഒരു ശാന്തി പകരുന്ന തരത്തിലുള്ള ചികിത്സകളും കൂടി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമില്ലാത്തതും, എന്നാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടില്ലാതെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു അസുഖമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ ചികിത്സിക്കാതെ ഇരുന്നാൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്, നമ്മൾ പണ്ട് ഉള്ളവരെ കണ്ടു കാണും, പലരുടെയും കൈകാലുകളുടെയൊക്കെ വിരലുകളൊക്കെ പലപ്പോഴും കോടിയിരിക്കുന്നൊരവസ്ഥ. അവരിൽ പലപ്പോഴും ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ അത്ര കാര്യമാക്കാതെ ഇരുന്ന് അവരുടെ ആ ജോയിൻറ്റിലുള്ള തരുണാസ്ഥികൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഡാമേജ് ആയി പോയിട്ട് അസ്ഥികളുടെ ആ ഒരു ഷേപ്പ്, ആ ജോയിൻറ്റുകളുടെ ഷേപ്പ് തന്നെ മാറിപ്പോകുന്നൊരവസ്ഥയിൽ നമുക്ക് എത്തിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണിത്. അതിനാൽ ഇതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് നമ്മൾ അതിനെ മാനേജബിൾ, അണ്ടർ കൺട്രോൾ ആക്കേണ്ടുന്ന ഒരു അസുഖം കൂടിയാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്.